ഹലോ! അങ്ങനെ മാടത്തോറും മുമ്പേ പുതിയ പ്രമോയിൽ നമ്മുടെ ബാലചന്ദ്രൻ ഒടുവിൽ വീട്ടിലേക്ക് എത്തുകയാണല്ലേ. അപ്പൊ നമ്മുടെ ഗോവർദ്ധനങ്ങള് ഭയങ്കര അന്തം വിട്ട് നമ്മുടെ അലീനയെ നോക്കി നിൽക്കുവാട്ടോ. എന്തൊരു വിധിയാണ് ഇവരുടെ എന്ന് കരുതിയിട്ടെ. പിന്നീട് നമ്മുടെ എല്ലാവരും മക്കളൊക്കെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ ബാലചന്ദ്രന്റെ വാക്ക് കേട്ടിട്ട് അലീനയോട് പറയുന്നുണ്ട്. അച്ഛന്റെ വാക്ക് കേട്ടിട്ട് എന്താ പറയാ ചേച്ചിക്ക് നിൽക്കാനുള്ള വീട് അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, "ഞാനൊരു അടിപൊളി സ്ഥലം നിനക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയാല് നിനക്ക് എന്തും കുന്തും സേഫായിട്ട് അവിടെ നിക്കാൻ പറ്റും" എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അലീന പറയുന്നുണ്ട്, "അങ്ങനെ ആയിരിക്കോ അച്ഛാ?" എന്നിങ്ങനെ സംശയിച്ചിങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അലീന ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. പിന്നീട് അലീന തിരികെ വന്നിട്ട് നമ്മുടെ കൃഷ്ണനോടും ബബിതനോടൊക്കെ പറയുന്നുണ്ട്, "ഞാൻ എൻ്റെ മനസ്സിലെ സങ്കടം പിടിച്ചു വെച്ചിരിക്കുവാണ്. നിങ്ങളെക്കാളേറെ ദുഃഖം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ ഈ പോയി" എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ നമ്മുടെ കൃഷ്ണയും ബബിതയും രോഹിത്തും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നു. ഇവരുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ, അവരൊന്ന് എന്താ പറയാ പറഞ്ഞൊന്നും മനസ്സിലാക്കിക്കാൻ പോലും പറ്റാതെ അലീനയും ഭയങ്കര ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.